ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ SN2 റിയാക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ രണ്ട് കാറ്റഗറിയാണ് SN1 മെക്കാനിസം, SN2 മെക്കാനിസം. സോ നമ്മുടെ ഒരു ആൽക്കൈൽ ഹാലൈഡ്സിലെ റിയാക്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് മെക്കാനിസത്തിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് കിട്ടാവുന്നതാണ്. സോ അതിൽ തന്നെ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ എന്താണ് വരിക, ആ ഹാലജൻ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് വേറൊരു ന്യൂക്ലിയോഫൈലാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതിൽ SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ബൈമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അങ്ങനെ വേണം നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ബൈമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ ബാക്ക്വേർഡാണ് നമ്മൾ ഈ പേരിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഒരു ജനറൽ മെക്കാനിസം എന്നുള്ള രീതിയിൽ ജനറൽ സ്കീം നോക്കുവാണെങ്കിൽ എന്താണ്, നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിലെ ആൽക്കൈൽ ഹാലൈഡിൽ ഹാലജൻ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. അതായത് ന്യൂക്ലിയോഫിലിക് ഗ്രൂപ്പ് അവിടെ വരും. ഓക്കെ, സോ ഫൈലിൻ്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവർക്ക് എന്താണ്, പോസിറ്റീവ് സെൻറ്ററാണ് ആവശ്യമുള്ളത്. സോ പോസിറ്റീവ് സെൻറ്ററിലേക്കാണ് ന്യൂക്ലിയോഫൈൽ ആഡ് ആവുന്നത്. സോ ഇവിടുത്തെ SN2 മെക്കാനിസം അല്ലേ. സോ SN2 മെക്കാനിസം എന്ന് പറയുമ്പോൾ അവിടെ ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ്. സോ ബൈമോളിക്കുലാർ എന്ന് പറയാൻ കാരണം അവിടുത്തെ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനുമാണ്. അതായത് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ ആൽക്കൈൽ ഹാലൈഡും ന്യൂക്ലിയോഫൈൽ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷനിൽ OH- ആണ് ന്യൂക്ലിയോഫൈൽ. സോ ഇവിടെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി ആ റിയാക്ഷൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് കൂടി നോക്കാം. സോ SN2 റിയാക്ഷൻ്റെ ജനറൽ ആയിട്ടുള്ള മെക്കാനിസം ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിലേക്ക് നമ്മുടെ OH- ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ഇൻട്രാക്ട് ചെയ്യുകയാണ്. സോ അവിടെ ബാക്ക് സൈഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് പോസിബിൾ. കാരണം എന്താണ്, നമ്മളുടെ ഈ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡിൽ ഫ്രണ്ട് സൈഡിൽ എന്താണുള്ളത്, ബ്രോമിനാണുള്ളത്. സോ ആ ബ്രോമിൻ്റെ ബൾക്കിനെസ് കാരണം എന്താണ്, ആ സൈഡിൽ കൂടെ നമുക്ക് ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളുടെ ഇൻട്രാക്ഷൻസ് എപ്പോഴും എന്താണ്, ബാക്ക് സൈഡിൽ കൂടെയാണ് ഇൻട്രാക്ഷൻസ് വരിക. ഓക്കെ, സോ അവിടെ ലെസ് ഹിൻഡേർഡ് ആയിട്ടുള്ള ഈ ഹൈഡ്രജൻസിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ OH- ഇൻട്രാക്ട് ചെയ്യും. സോ അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ റിയാക്ഷൻ തന്നെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. സോ അതിൽ ആദ്യം നമ്മളുടെ OH- ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് പെൻറ്റാ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നമുക്കവിടെ ബോത്ത് സൈഡ് അവിടെ മൾട്ടിപ്പിൾ ടൈമിൽ, അതായത് അവിടെ OH- അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ എന്താണ്, Br- അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നിട്ടുണ്ടായിരിക്കും. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് അവിടെ ബോണ്ട് ഫോമേഷനും ബോണ്ട് ബ്രേക്കിങ്ങും നടക്കുന്നുണ്ടായിരിക്കും. സോ അതാണ് ഇവിടുത്തെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നടക്കുന്നത്. സോ നമ്മളുടെ പെൻറ്റാ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് OH- ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ ബ്രോമിൻ മൈനസിന് അവിടെ ലീവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ഫൈനലി ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ നമുക്ക് കിട്ടും. സോ ഇവിടെ OH- നമ്മൾ സബ്സ്ട്രേറ്റിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ Br- അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ ആ പൊസിഷനിലേക്ക് നമ്മൾ OH- സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ മോളിക്യൂൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മോളിക്യൂളിലേക്ക് നമ്മൾ ന്യൂക്ലിയോഫൈൽ ആഡ് ആവുന്നത് ഏത് വഴിയാണ്, ബാക്ക് സൈഡ് കൂടെയല്ലേ. അതായത് ഇവിടെ ഹാലജൻസ് ഉള്ളതുകൊണ്ട് ആ സൈഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് വഴിയാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. സോ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻസിൻ്റെയൊക്കെ പൊസിഷൻസിൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. സോ ഫൈനൽ ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ ജിയോമെട്രിയിൽ ഈ ആൽക്കൈൽ ഹാലൈഡിൻ്റെ സെയിം ജിയോമെട്രി അല്ലെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി അല്ല ഉണ്ടാവുന്നത്, അതിൻ്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയാണ് ഉണ്ടാവുക. സോ നമ്മുടെ SN2 റിയാക്ഷനിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അതാണ്, നമ്മുടെ പ്രൊഡക്റ്റിൽ സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവേർട്ടഡ് ആവുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ ബാക്ക് സൈഡ് അറ്റാക്കാണ്. ക്ലിയർ അല്ലേ. സോ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം കൂടി നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ആ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം ഉണ്ടാവുക. അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതിൽ തന്നെ അവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ എന്താണ്, ഒരു ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാനുണ്ട്. സോ ഈ എനർജി ഉണ്ടല്ലോ, ഈ എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി ബാരിയർ എന്ന് പറയാം. സോ ഈ ആക്ടിവേഷൻ എനർജി ബാരിയർ ക്രോസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എനർജി എപ്പോഴും കുറവായിരിക്കും. നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ എനർജീനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ആക്ടിവേഷൻ എനർജിയിലുള്ള
ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ എനർജി. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രൊഡക്റ്റിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. സോ ഏതൊരു റിയാക്ഷനും തന്നെ എനർജി ബാരിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ നമ്മളുടെ റിയാക്റ്റൻ്റ് എപ്പോഴും ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിൻ്റെ എനർജി കുറച്ചിട്ട് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ എനർജി എങ്ങനെയാണ്, കൂടുതലല്ലേ. അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ എനർജി കുറയുന്നുണ്ട്. സോ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് മോളിക്യൂൾസ് റിയാക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നമ്മളുടെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ ബൾക്കിനെസ് കൂടിയാൽ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് നോക്കാം. സോ അവിടെ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ ഹൈഡ്രജനെ മാറിയിട്ട് നമുക്ക് അവിടെ ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. അവിടെയും തന്നെ നമുക്കൊരു ഹാലജൻ ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ ഹാലജൻ ഗ്രൂപ്പിലേക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് വരണമെങ്കിൽ എന്താണ്, നമ്മുടെ ന്യൂക്ലിയർ ഫയലിന് ഈ സെൻറ്ററിലേക്ക് അപ്രോച്ച് ചെയ്യണം. സോ ഈ സെൻറ്ററിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് പോസിബിൾ ആവുക. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്നാണ് നമുക്കവിടെ ഫൈനൽ പ്രൊഡക്റ്റും കിട്ടുക. സോ ഇവിടെ ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് എന്താണ്, ഈ ന്യൂക്ലിയർ ഫയലിന് ഈസി ആയിട്ട് ഇവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആ സെൻറ്ററിലേക്ക് മാത്രമേ നമ്മുടെ OH- ആയിട്ടുള്ള ന്യൂക്ലിയർ ഫയൽ റിയാക്ഷൻ നടത്തുള്ളൂ. സബ്സിക്വൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റും കിട്ടുള്ളൂ. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്, അതായത് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ സൈസ്. അതായത് ബൾക്കിനെസ് കുറഞ്ഞിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ നമ്മുടെ SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ക്ലിയർ അല്ലേ? സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. അതായത് നമ്മുടെ SN2 റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, നേച്ചർ ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് ആൽക്കൈൽ ഹാലൈഡിൻ്റെ നേച്ചർ, അതായത് അതിൻ്റെ ബൾക്കിനെസ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ്. സോ അവിടെ ഈ റിയാക്ഷനെ ഫേവറബിൾ ആക്കുന്ന ഒരു ഫീച്ചർ അത് തന്നെയാണ്. സോ നമുക്കവിടെ ഈ രീതിയിൽ പറയാം, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഈ രീതിയിൽ നോക്കുവാണെങ്കിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് ആയിരിക്കും അല്ലേ ഈസി ആയിട്ട് SN2 റിയാക്ഷൻ തരാം. കാരണം അവിടെ ബൾക്കിനെസ് കുറവാണ്. അവിടെ ഓരോ ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് അത് സെക്കൻഡറി ആവും, ടെർഷ്യറി ആവും. സോ ടെർഷ്യറിയിലേക്ക് ബൾക്കിനെസ് കൂടുതലാണ്, ന്യൂക്ലിയർ ഫയലിന് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മുടെ SN2 റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അതുപോലെ അടുത്തൊരു ഫീച്ചറാണ് നേച്ചർ ഓഫ് ദ ലീവിങ് ഗ്രൂപ്പ്. ലീവിങ് ഗ്രൂപ്പ് എത്ര ഫാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതോ അത്രയും പെട്ടെന്ന് നമ്മളുടെ SN2 റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. സോ അവിടെ ലീവിങ് ഗ്രൂപ്പിൻ്റെ ബോണ്ട് എത്രത്തോളം വീക്കാണോ അത്രയും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടത്തും. സോ അവിടെ ബിഗർ ആയിട്ടുള്ള ഹാലജൻ ഗ്രൂപ്പ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ബോണ്ട് ആണെങ്കിൽ, അതായത് കാർബൺ ഹാലജൻ ബോണ്ട് വീക്കർ ആണെങ്കിൽ നമ്മളുടെ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സോ അവിടെ ലീവിങ് ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അതുപോലെയാണ് അടുത്തത് നേച്ചർ ഓഫ് ദ ന്യൂക്ലിയർ ഫയൽ. സോ ന്യൂക്ലിയർ ഫയലിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ എന്താണ്, അതിന് ഈസി ആയിട്ട് നമ്മുടെ കാർബണിലേക്ക് അറ്റാക്ക് നടത്തിയിട്ട് അവിടെ പ്രൊഡക്റ്റിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് നമ്മുടെ റിയാക്ഷനെ ബാധിക്കുന്നത്? അതായത് നമ്മൾ ന്യൂക്ലിയർ ഫയൽ ഉണ്ടല്ലോ. സോ ന്യൂക്ലിയർ ഫയലിനെ നമ്മുടെ പോളാർ ആയിട്ടുള്ള പ്രോട്ടിക് സോൾവെൻറ്റ് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. സോ ഇങ്ങനെ ഷീൽഡ് പോലെ നമ്മൾ ന്യൂക്ലിയർ ഫയലിന് ചുറ്റും ഉണ്ടെങ്കിൽ എന്താണ്, ആ ന്യൂക്ലിയർ ഫയലിന് ഈസി ആയിട്ട് റിയാക്ഷൻ നടത്താൻ പറ്റില്ല. സോ നമുക്ക് ഇവിടെ ന്യൂക്ലിയർ ഫയൽ ഫ്രീ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്താണ്, പോളാർ ആയിട്ടുള്ള അപ്രോട്ടിക് സോൾവെൻസ് വേണം, അല്ലെങ്കിൽ എന്താണ് നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻസ് വേണം. സോ പോളാർ ആയിട്ടുള്ള അപ്രോട്ടിക് ആയിട്ടുള്ള സോൾവെൻസിലായിരിക്കും നമ്മളെ SN2 റിയാക്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് വരിക. സോ SN2 റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ SN2 റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറൊരു കൺസെപ്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു ഗൈസ്, ബൈ.